ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മോണ്ടിസോറി ടിടിസി, പ്രീ പ്രൈമറി ടിടിസി, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മഴക്കാലം കാർഷിക മേഖലയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണ്. പഴമയിലേക്ക് തിരിച്ചു നടക്കാനും പ്രകൃതി ഭക്ഷണങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതിയും ഞാറ്റുവേല എത്തി. മണ്ണിനെ സംരക്ഷിക്കാനും ഭൂമിക്ക് പച്ചക്കുട ഒരുക്കാനും വിവിധ സംഘടനകളും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രധാന വാർത്തകളിലേക്ക്. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്ത അതേ താൽപര്യം CREZലും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പാൽവില വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ഉൽപാദന ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാൽവില കൂട്ടാതെ രക്ഷയില്ലെന്ന് മന്ത്രി KC ജോസഫ്. റെയിൽവേ യാത്രാ ചരക്ക് കൂലി വർധനവിൽ വ്യാപക പ്രതിഷേധം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി കോൺഗ്രസ് യോഗം ടാഗോർ ഹാളിൽ ചേർന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ മണ്ഡലം, ബ്ലോക്ക്, DCC, KPCC ഭാരവാഹികളുടെയും തദ്ദേശ പ്രതിനിധികളുടെയും യോഗമാണ് ചേർന്നത്. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്ത അതേ താൽപര്യം CREZലും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മത്സ്യത്തൊഴിലാളികൾക്ക് ദോഷം സംഭവിക്കുന്ന ഒരു പ്രശ്നത്തിനും കൂട്ടുനിൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നടന്ന കോൺഗ്രസ് ഭാരവാഹികളുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കസ്തൂരി ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിലെടുത്ത അതേ താൽപര്യം സംസ്ഥാന ഗവൺമെന്റ് കാണിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നുണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുക. കാരണം ഈ മത്സ്യത്തൊഴിലാളികളുടെ ചെറിയ വീട് ഒന്ന് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു മുറി അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പൊളിച്ചു പണിയാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിന് മാറ്റം വന്നേ മതിയാകും. അതിനുവേണ്ടി പ്രത്യേകമായി ശ്രമിക്കും എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുക. കേന്ദ്രത്തിലും സംസ്ഥാനത്തും അർഹിക്കുന്നവരെ സഹായിക്കുന്ന നിരവധി സ്കീമുകളുണ്ട്. ഇത് ഗ്രാമസഭകളിലൂടെ പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണത്തിന് സാമ്പത്തികം ഒരു പ്രശ്നമല്ല. ജനവാസ കേന്ദ്രങ്ങൾ ഇല്ലാതിടത്തു നിന്ന് പോലുമുള്ള എതിർപ്പുകളാണ് തടസ്സമെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. ടാഗോർ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ അധ്യക്ഷം വഹിച്ചു. മന്ത്രിമാരായ KC ജോസഫ്, AP അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് MM ഹസൻ, UDF കൺവീനർ PP തങ്കച്ചൻ, MP-മാരായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MK രാഘവൻ, MI ഷാനവാസ്, VD സതീശൻ MLA, KPCC ഭാരവാഹികൾ, DCC ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ കോൺഗ്രസ് ഭാരവാഹികളാണ് യോഗത്തിൽ പങ്കെടുത്തത്. സംസ്ഥാനത്ത് അപ്രഖ്യാപിത നിയമന നിരോധനം നടപ്പാക്കിയിരിക്കുകയാണെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് P സുധീർ. നിയമന നിരോധനം കർശനമാക്കിയിരിക്കുന്നത് KSRTCയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ നിയമമനുസരിച്ച് ഡിസംബർ 5-ന് മുമ്പ് അഡ്വൈസ് അയച്ച 9300 ഉദ്യോഗാർത്ഥികളും ജോലിയിൽ പ്രവേശിക്കേണ്ടതാണ്. നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകളാണ്. പക്ഷേ നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും ചട്ടങ്ങളെയും ഒക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് KSRTC റിപ്പോർട്ട് ചെയ്ത 5000-ഓളം ഒഴിവുകൾ തിരിച്ചുപിടിക്കുകയും 3808 ഒഴിവുകൾ മാത്രമാണ് ഉള്ളതെന്ന് PSCയെ വീണ്ടും അറിയിക്കുകയും ചെയ്തു. 2013 മെയ് 9-ൽ നിലവിൽ വന്ന KSRTC കണ്ടക്ടർ റാങ്ക് ലിസ്റ്റിൽ 36,000 പേർ മെയിൻ ലിസ്റ്റിലും ആനുപാതികമായി സപ്ലി ലിസ്റ്റിലും കൂടി 50,000 ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ നിന്ന് 2013 സെപ്റ്റംബർ 5-ന് 9,300 പേർക്ക് PSC അഡ്വൈസ് മെമ്മോ അയച്ചു.
അഡ്വൈസ് മെമ്മോ അയച്ച് 9 മാസം പിന്നിട്ടിട്ടും ഇതുവരെ 3808 പേർക്ക് മാത്രമാണ് KSRTC നിയമനം നൽകിയത്. സാമ്പത്തിക പ്രതിസന്ധി, ഒഴിവില്ല എന്നീ മുടന്തൻ കാരണങ്ങൾ പറഞ്ഞ് നിയമനം നടത്താൻ KSRTC ഇതുവരെ തയ്യാറായിട്ടില്ല. അഡ്വൈസ് മെമ്മോ കിട്ടി 3 മാസത്തിനുള്ളിൽ നിയമനം നടത്തണമെന്ന വ്യവസ്ഥ പോലും KSRTC കാറ്റിൽ പറത്തുകയാണ്. ഇതിലൂടെ ഉദ്യോഗാർത്ഥികളുടെ ജോലി എന്ന സ്വപ്നത്തിലാണ് KSRTC തുരങ്കം വെക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പോളിയോ ബാധിച്ച് 2 കാലുകളും തളർന്ന 53-കാരിയെ അഗതി മന്ദിരത്തിലാക്കി സഹോദരനും ഭാര്യയും മുങ്ങി. താമരശ്ശേരി മൈക്കാവു സ്വദേശിനി കൊച്ചുവല്ലയിൽ ബീനയാണ് കോട്ടൂളിയിലെ അഗതി മന്ദിരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായത്. അഗതി മന്ദിരത്തിന്റെ അധികൃതർ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും സഹോദരനും ഭാര്യയും പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജന്മന പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴെ സ്വാധീനമില്ലാത്ത ബീന കൊച്ചുവില്ലയിൽ നീലകണ്ഠന്റെയും ജാനകിയുടെയും മകളാണ്. സഹോദരൻ കൂടാതെ 2 സഹോദരിമാരും ബീനയ്ക്കുണ്ട്. രമണി, ലീല എന്നീ സഹോദരിമാർ വിവാഹിതരാണ്. അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് ശേഷം ബീനയ്ക്ക് അവകാശപ്പെട്ട വീട് സഹോദരൻ മനോജും ഭാര്യ മിനിയും ചേർന്ന് വിൽപ്പന നടത്തി പണം മനോജിന്റെ പ്രായപൂർത്തിയാവാത്ത മകളുടെ പേരിൽ നിക്ഷേപിച്ച് തന്നെ വീട്ടിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നുവെന്ന് ബീന പറയുന്നു. സ്വത്തം 2 ലക്ഷം രൂപ അക്കടെ കയ്യിലാണ്, അതിന് കയ്യിലാണ്. എന്റെ സ്വത്തൊക്കെ വിറ്റോള്. എനിക്ക് ഭർത്താവിന്റെ മക്കളുണ്ട്. എനിക്ക് സ്വത്തുനിന്നാണ് അത് ചോദിക്കുന്നത്. 6 മാസം മുൻപാണ് കോഴിക്കോട് കോട്ടൂളിയിലെ അഗതി മന്ദിരത്തിൽ ബീനയെ എത്തിച്ചത്. ബീനയുടെ വസ്ത്രങ്ങളും വീൽചെയറുമായി അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞാണ് ബന്ധുക്കൾ മുങ്ങിയത്. അഗതി മന്ദിരത്തിലെ അധികൃതർ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും സഹോദരനും ഭാര്യയും പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. വീട്ടിലാകുമ്പോൾ കൃത്യമായി ഭക്ഷണവും മരുന്നും നൽകാറില്ലത്രേ. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇത് 6ാമത്തെ അഗതി മന്ദിരത്തിലാണ് താമസിക്കുന്നതെന്നും പണം തട്ടിയെടുത്ത കാര്യം അഗതി മന്ദിരത്തിലുള്ളവർ അറിയുമ്പോൾ അവിടെ നിന്നും കുറച്ചു ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് പുതിയ അഗതി മന്ദിരത്തിൽ എത്തിക്കുകയാണ് പതിവെന്നും ബീന പറഞ്ഞു. ബീന മരണപ്പെട്ടാൽ മരണാനന്തര ചടങ്ങുകൾ അഗതി മന്ദിരക്കാർ ചെയ്യുന്നതിന് അനുവാദം നൽകുന്ന സമ്മതപത്രവും സഹോദരൻ മനോജ് അഗതി മന്ദിരത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണത്തിലെ വാഗൺ ട്രാജഡി ദുരന്തം ഓർമ്മിപ്പിക്കും വിധമാണ് നരേന്ദ്രമോദി സർക്കാർ റെയിൽവേ യാത്രാ ചരക്ക് കൂലി വർദ്ധിപ്പിച്ചതെന്നും UPA വിമർശിച്ച മോദി ഇപ്പോൾ പിന്തുടരുന്നത് UPAയുടെ നയങ്ങളാണെന്നും KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ. റെയിൽവേ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ യാത്രാ ചരക്ക് കൂലി വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് ഭരണത്തിലെ വാഗൺ ട്രാജഡി ദുരന്തം ഓർമ്മിപ്പിക്കും വിധമാണ് നരേന്ദ്രമോദി സർക്കാർ റെയിൽവേ യാത്രാ ചരക്ക് കൂലി വർദ്ധിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. UPA സർക്കാരിനെ വിമർശിച്ച മോദി ഇപ്പോൾ പിന്തുടരുന്നത് UPA സർക്കാരിന്റെ നയങ്ങളാണെന്നും വിലക്കയറ്റത്തിന്റെ പിതൃത്വം UPയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് റെയിൽവേ മന്ത്രി സദാനന്ദ ഗൌഡ ചെയ്തതെന്നും ഹസൻ ആരോപിച്ചു. ക്രൂരതയുടെ പ്രതീകമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന വാഗൺ ട്രാജഡി പോലെ സാധാരണക്കാരനെ കടത്ത് ഈ ചരക്ക് കൂലി വർദ്ധിപ്പിച്ചുകൊണ്ടും യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടും BJP ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് ഏർപ്പെടുത്തിയ വാഗൺ ട്രാജഡിയാണ് ഈ റെയിൽവേ നിരക്ക് വർദ്ധനവ് എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും. KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ, K ജയന്ത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP നൌഷീർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ IP രാജേഷ്, യൂത്ത് കോൺഗ്രസ് കുന്നമംഗലം ഭാരവാഹി M ധനീഷ് ലാൽ എന്നിവർ സംസാരിച്ചു. റെയിൽവേ യാത്രാ ചരക്ക് കൂലി വർധനവിൽ വ്യാപക പ്രതിഷേധം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്തു. വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ യാത്രാ ചരക്ക് കൂലി വർധനവിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി റസാഖ് പാലേരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PP ഭാസ്കരൻ, സെക്രട്ടറി PK അബ്ദുറഹ്മാൻ, അഡ്വക്കേറ്റ് സക്കറിയ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. റെയിൽവേ യാത്രാക്കൂലി 14.2%, ചരക്ക് കൂലി 6.5% കൂട്ടിയത്. റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിരക്ക് വർധനവാണിത്. AC, സ്ലീപ്പർ, ജനറൽ തുടങ്ങിയ എല്ലാ ക്ലാസുകളിലും നിരക്ക് വർധനവ് ബാധകമാണ്. പുതിയ നിരക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതലാണ് നിലവിൽ വരുന്നത്. യാത്രാക്കൂലിയോടൊപ്പം ചരക്ക് കൂലിയിലെ വർധനവ് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ സർവ്വ മേഖലയിലും വിലക്കയറ്റത്തിന് ഇടയാക്കാനാണ് സാധ്യത. കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് കൈക്കൊണ്ട തീരുമാനം ഇപ്പോൾ നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്ന് റെയിൽവേ മന്ത്രി സദാനന്ദ ഗൌഡ പറഞ്ഞു.
ഇനിയും നിരക്ക് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ റെയിൽവേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടും. അതിനാൽ നിരക്ക് വർധന അനിവാര്യമായി തീരുകയാണെന്നും മന്ത്രി വിശദീകരിച്ചു. നിരക്ക് വർധനയിൽ സംസ്ഥാനത്തുടനീളം വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ, CPM ചാലപ്പുറം കുറ്റിച്ചിറ ലോക്കൽ കമ്മിറ്റി, STPI, സോഷ്യലിസ്റ്റ് യുവജനത എന്നിവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഇപ്പോഴത്തെ നിലയ്ക്ക് പാലിന്റെ വില കൂട്ടാതെ നിവൃത്തിയില്ലെന്ന് മന്ത്രി KC ജോസഫ്. കന്നുകാലി വളർത്തലിൽ ആർക്കും താൽപര്യമില്ല. കായികാധ്വാനം ആവശ്യമുള്ള ഒരു ജോലിക്കും മലയാളികൾ തയ്യാറല്ല. പാൽ ഉൽപാദനം കുറയ്ക്കാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഉൽപാദന ചെലവ് ചുരുക്കി വേതനം വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. KPCC ഉത്തരമേഖലാ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി KC ജോസഫ്. പാലിന്റെ വില കൂട്ടാതെ പോകാൻ സാധിക്കില്ല. കാരണം മിൽമയുടെ നിർദ്ദേശം ഗവൺമെന്റിന് ലഭിച്ചു. ഇന്ന് കന്നുകാലി വളർത്തലിന് ആർക്കും താല്പര്യമില്ല. കാരണം വളരെ നിങ്ങൾക്കറിയാം ശ്രമകരമായ ജോലിയാണ്. പശുവിനെ കുളിപ്പിക്കണം, ചാണകം വാരണം, പശുവിനെ കറക്കണം, പാലുകൊണ്ട് കൊടുക്കണം. ആരും തയ്യാറാകുന്നില്ല. കായികാധ്വാനം ആവശ്യമായ ഒരു ജോലിക്കും മലയാളി തയ്യാറല്ല. അത് ബീഹാറിയോ ബംഗാളിയോ വേണം. അങ്ങനെ വരുമ്പോൾ പാൽ ഉൽപാദനം കുറയാതെ മുമ്പോട്ട് പോകണമെങ്കിൽ അവരുടെ ഉൽപാദന ചെലവുമായി ബന്ധപ്പെട്ട ന്യായമായ വില പാലിന് കൊടുക്കണം. ആ കാര്യം ഗവൺമെന്റ് പരിഗണനയിലാണ്. ഇത് മാത്രം വാർത്തകളിൽ ഇടവേള. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിര ഞാറ്റുവേല ആഘോഷങ്ങൾക്കും നടീൽ വസ്തുക്കളുടെ വിപണന മേളയ്ക്കും തുടക്കമായി. മേള മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ജൂൺ 25 വരെയാണ് വിപണന മേള നടക്കുക. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിര ഞാറ്റുവേല ആഘോഷവും നടീൽ വസ്തുക്കളുടെ വിപണന മേളയ്ക്കും ഗാന്ധി പാർക്കിൽ തുടക്കമായി. ജൂൺ 21 മുതൽ 25 വരെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം നിർവഹിച്ചു. കാലിക പ്രാധാന്യമുള്ള വളരെയേറെ സന്തോഷം പകരുന്ന ഒരു വേദിയിലാണ് നാം ഇങ്ങനെ ഒത്തുചേർന്നിരിക്കുന്നത്. കാലിക്കറ്റ് അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ തിരുവാതിര ഞാറ്റുവേല ആഘോഷിക്കുകയാണ്. മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. കട്ടയാട്ട് വേണുഗോപാൽ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. കൗൺസിലർ P. കിഷൻചന്ദ്, MA ജേക്കബ്, അഡ്വക്കേറ്റ് M. രാജു, ജയാനന്ദ്, PK കൃഷ്ണുണ്ണി രാജ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുറ്റ്യാടി തെങ്ങിൻ തൈകൾ, കമുകിൻ തൈകൾ, വാഴക്കന്നുകൾ, വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, ഒട്ടുമാവിൻ തൈകൾ, സപ്പോട്ട, പേര, കുള്ളൻ ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകൾ, ചാമ്പ, റംബൂട്ടാൻ, ജാതി, കരയാമ്പൂ, കൊടംപുളി എന്നിവയുടെ തൈകളും സർക്കാർ കൃഷിഫാമിൽ ഉൽപ്പാദിപ്പിച്ച വിവിധ ഇനം മഴക്കാല പച്ചക്കറി തൈകളും വിത്തുകളും വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കൂടാരപ്പുര റെസിഡൻസ് അസോസിയേഷൻ ശാസ്ത്രീയമായി തയ്യാറാക്കിയ ഉലുവക്കഞ്ഞിയും പ്രദർശന നഗരിയിൽ വിൽപ്പനയ്ക്കായുണ്ട്. ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഞാറ്റുവേല ഫലവൃക്ഷ തൈകളുടെ വിൽപ്പന മാനാഞ്ചിറ ജില്ലാ ടൂറിസം ഓഫീസ് വളപ്പിൽ ആരംഭിച്ചു. കൗൺസിലർ P. കിഷൻചന്ദ് ഞാറ്റുവേല ഉദ്ഘാടനം ചെയ്തു. ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല
ഫലവൃക്ഷ തൈകളുടെ വിൽപ്പന മാനാഞ്ചിറ ജില്ലാ ടൂറിസം ഓഫീസ് വളപ്പിൽ ആരംഭിച്ചു. ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഗുണമേന്മയുള്ള ഉയരം കുറഞ്ഞതും 3 വർഷം കൊണ്ട് കായ്ക്കുന്നതുമായി വിവിധതരം മാവുകൾ, പ്ലാവുകൾ, കറിവേപ്പ്, ജാതി, പപ്പായ, കുടംപുളി, നെല്ലി, ഇലിമ്പിപ്പുളി, വിവിധതരം വാഴക്കന്നുകൾ, വിദേശ പഴങ്ങൾ തുടങ്ങി എല്ലാവിധ ഫലവൃക്ഷ തൈകളും വിൽപ്പനയിൽ ലഭ്യമാണ്. ഞാറ്റുവേല കൌൺസിലർ പി കിഷൻചന്ദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി പി ജി രാജീവ് ആദ്യ വിൽപ്പന നടത്തി. ഗ്രീൻവ്യൂ പ്രസിഡന്റ് എം പി രജുൽ കുമാർ, സെക്രട്ടറി മുല്ലേരി ചന്ദ്രശേഖരൻ നായർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, മിനിമം ശമ്പളം 10,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി ഫെഡറേഷൻ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. DDE ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് CITU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, മിനിമം ശമ്പളം 10,000 രൂപയാക്കുക, പെൻഷനും ക്ഷേമനിധിയും ഏർപ്പെടുത്തുക, യൂണിയൻ സമർപ്പിച്ച 13 ആവശ്യങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചക തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് VP കുഞ്ഞികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വളരെ വേദനാജനകമായ അനുഭവമാണ് കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കേരള സംസ്ഥാനത്ത് ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തൊഴിലാളികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. അതിരാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് സ്കൂളിലേക്ക് വന്ന് പാത്രങ്ങളെല്ലാം തന്നെ വൃത്തിയാക്കി കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്ത് വൈകുന്നേരമാകുമ്പോഴേക്കും പാത്രമെല്ലാം കഴുകി വെച്ച് വീട്ടിലേക്ക് ഓടിപ്പോകുന്ന ഒരു പാചക തൊഴിലാളി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കഠിനമായ ജോലിയാണ് ചെയ്യുന്നത്. യൂണിയൻ വൈസ് പ്രസിഡന്റ് KK ബാബ അധ്യക്ഷം വഹിച്ചു. സെക്രട്ടറി PM സുഭദ്ര, P നാരായണൻ, KK രാഘവൻ, K അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അധ്യാപകരുടെ സമര മനസ്ഥിതി മൂലം വിദ്യാർത്ഥികളിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും ഇത് സാമൂഹ്യ പുരോഗതിക്ക് വിഘാതം സൃഷ്ടിക്കുമെന്നും ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ. കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമവും സംവാദവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി ക്ലാസുകൾക്ക് ശനിയാഴ്ച ഒഴിവ് നൽകാനുള്ള തീരുമാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചും ലബ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടും +2 അധ്യാപകർ കൂട്ട ക്യാഷ് ലീവ് എടുത്ത് ക്ലാസുകൾ ബഹിഷ്കരിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി അളകാപുരിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമവും സംവാദവും ചരിത്രകാരൻ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ സമര മനസ്ഥിതി മൂലം വിദ്യാർത്ഥികളിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും ഇത് സാമൂഹ്യ പുരോഗതിക്ക് വിഘാതം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണാധികാരികളുടെ പൊതുവിലുള്ള പരാജയമാണ് വിദ്യാഭ്യാസ രംഗത്തെ അപജയത്തിന് കാരണമെന്നും അനാരോഗ്യകരമായ ദയനീയതയാണ് അധ്യാപകർ ഇന്ന് അനുഭവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ഭരണാധികാരികളുടെ പൊതുവിലുള്ള പരാജയമാണ്, വിദ്യാഭ്യാസ അധികൃതരുടെ പൊതുവിലുള്ള പരാജയമാണ് ഈ തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് അധ്യാപക സമൂഹത്തെ വലിച്ചിഴക്കുന്നത് എന്നാണ്. മറ്റ് ചില അനുഭവങ്ങൾ എനിക്കുണ്ടായി. ഞാനൊരു ഓർമ്മിക്കാണ്, 10-40 കൊല്ലം മുമ്പ് KHSTA പ്രസിഡന്റ് ജോഷി ആന്റണി അധ്യക്ഷം വഹിച്ചു. എഴുത്തുകാരനും ചിന്തകനുമായ KEN മുഖ്യപ്രഭാഷണം നടത്തി. KSTA പ്രതിനിധി PK സതീശൻ, GSTU വൈസ് പ്രസിഡന്റ് പറമ്പാട്ട് സുധാകരൻ, P ബൈജു, KC ഫസലുൽ ഹക്ക്, P അഖിലേഷ്, AK അബ്ദുൾ ഹക്കീം, KG പ്രദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കൂളുകൾ ഇങ്ങനെ പോയാൽ മതിയോ എന്ന വിഷയത്തിൽ സംവാദവും നടന്നു. സ്ത്രീകൾ പുറത്ത് ജോലിക്ക് പോകാൻ തുടങ്ങിയെങ്കിലും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഇന്നും സ്ത്രീകളുടെ സ്ഥാനം അടുക്കളയിൽ തന്നെയാണെന്ന് മേയർ AK പ്രേമജം പറഞ്ഞു. കരമാലിന്യ സംസ്കരണ യൂണിയൻ 10ാം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. ഖരമാലിന്യ സംസ്കരണ യൂണിയൻ 10ാം ജില്ലാ സമ്മേളനം EMS ഭവനിൽ നടന്നു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിനും അതിന്റെ അടിസ്ഥാന ആവശ്യമെന്ന നിലയിൽ ദാരിദ്ര്യ ലഘൂകരണത്തിലും ഊന്നിക്കൊണ്ടാണ് കുടുംബശ്രീക്ക് തുടക്കം 15 വർഷം മുമ്പേ ഉണ്ടായത്. നമുക്കറിയാം, ചരിത്രപരമായി പരിശോധിച്ചാൽ പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകളായാൽ കൂടി സ്ത്രീകളുടെ സ്ഥാനം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഇന്നും അടുക്കള തന്നെയാണ്.
യൂണിയൻ പ്രസിഡന്റ് PA ചന്ദ്രശേഖരൻ അധ്യക്ഷം വഹിച്ചു. യൂണിയൻ സെക്രട്ടറി മിനി, ഗിരിജ, ബബിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ പ്രമേയങ്ങളും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ CMC ജില്ലാ സെക്രട്ടറി KK പ്രസന്നൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. കലാസാംസ്കാരിക കൂട്ടായ്മ രൂപം കൊടുത്ത സർവകലാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വിവിധ കലാപരിപാടികളോടെ നടന്നു. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഴശ്ശിരാജ രവിവർമ്മ രാജ ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകർ രൂപം കൊടുത്ത സർവകലാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും വനജ രാജൻ രചിച്ച CD പ്രകാശനവും കലാപരിപാടികളും ടൗൺ ഹാളിൽ വെച്ച് നടന്നു. ഇപ്പോഴത്തെ പഴശ്ശിരാജാവ് രവിവർമ്മ രാജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കലയുടെയും സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും മണ്ണിൽ ഇതാ സർവകലാ കേന്ദ്രം ആരംഭിക്കുകയാണ്. ഒരു കാലത്ത് കലയും സംസ്കാരമൊക്കെ ജാതീയ വേദികളിലായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ആ വേദികളിലാണെങ്കിലും അത് ആശ്രയിച്ചിരുന്നത് സാധാരണക്കാരായ ആൾക്കാരായിരുന്നു. പഴയ ആ പൈതൃകത്തിനെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്ന സന്തോഷകരമായ വസ്തുതയാണ്. കാരണം ഞങ്ങളൊക്കെ പഴയ കഥാപാത്രങ്ങളാണ്. ചടങ്ങിൽ SKK ചെയർമാൻ രാമദാസ് വേങ്ങേരി അധ്യക്ഷം വഹിച്ചു. സിനിമ സീരിയൽ നടൻ ഇല്ലിക്കെട്ട് നമ്പൂതിരി SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. തിരക്കഥാകൃത്ത് PR നാഥ്, ആറ്റക്കോയ പള്ളിക്കണ്ടി, P അനിൽ ബാബു, VM ചന്ദ്രിക അജേഷ്, IB സുനിൽ ദത്ത്, വനജ രാജൻ വൈലാശ്ശേരി, റഫ്സൽ പുന്നശ്ശേരി എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. വാർത്തകൾ തുടരുന്നു. ചണ്ഡീഗഡിൽ നിന്ന് കൊച്ചുവേളിയിലേക്കുള്ള സമ്പർക്ക ക്രാന്തി എക്സ്പ്രസിൽ മലയാളി യുവതിയുടെ ബാഗ് കൊള്ളയടിച്ച് 7 പവൻ സ്വർണവും ATM കാർഡും കവർന്നു. വഡോദരയിൽ വെച്ചാണ് ഉറങ്ങിക്കിടന്നിരുന്ന കൊയിലാണ്ടി സ്വദേശിനി മീരയുടെ ബാഗ് കവർന്നത്. കോഴിക്കോട് റെയിൽവേ പോലീസ് കേസെടുത്തു. ചണ്ഡീഗഡിൽ നിന്ന് കൊച്ചുവേളിയിലേക്കുള്ള സമ്പർക്ക ക്രാന്തി എക്സ്പ്രസിൽ മലയാളി യുവതിയുടെ ബാഗ് കൊള്ളയടിച്ച് 7 പവന്റെ ആഭരണങ്ങളും 6000 രൂപയും ATM കാർഡും കവർന്നു. വഡോദരയിൽ വെച്ചാണ് ഉറക്കത്തിനിടെ കൊയിലാണ്ടി സ്വദേശി മീരയുടെ ബാഗ് കവർന്നത്. മോഷണം പോയ വിവരം TTRനെ അപ്പോൾ തന്നെ അറിയിച്ചെങ്കിലും നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല. അത്രയും കെയർ ചെയ്ത് നിന്നിട്ട് എടുത്തിട്ട് ഓടിയതാണ് ബാഗ്. അല്ലാതെ പെട്ടെന്ന് അങ്ങനെ വന്ന് എടുത്തു പോകാനൊന്നും പറ്റുമൊന്നുമില്ല. നോക്കി ശ്രദ്ധിച്ച് നിന്ന് ഒരു സെക്കൻഡ് ഒരു 10-15 മിനിറ്റിനുള്ളിൽ അത്ര കെയർ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്നില്ല. ഈ മോള് ഒന്ന് അങ്ങോട്ട് അറിയാനൊന്ന് തിരിഞ്ഞ് കിടത്തിയപ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അവൻ വളരെ കണ്ണിങ് ആയിട്ട് കെയർഫുൾ ആയി ചെയ്ത പരിപാടി. ആർമി ഉദ്യോഗസ്ഥനായ ഭർത്താവിനോടൊപ്പം ചണ്ഡീഗഡിലാണ് മീര താമസിക്കുന്നത്. സ്കൂൾ വെക്കേഷൻ ആയതു കാരണം നാട്ടിലേക്ക് വരുന്ന വഴിയാണ് സംഭവം നടന്നത്. കവർച്ചയിൽ ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, ആർമി ക്യാന്റീൻ കാർഡ് എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. 13 വർഷമായി സ്വന്തമായി യാത്ര ചെയ്തു വരികയാണ്. ഇത്തരമൊരു അനുഭവം ആദ്യമായി നേരിടുകയാണെന്നും സംഭവത്തിൽ TTRയുടെ സമീപനം ഏറെ ഖേദകരമാണെന്നും മീര പറഞ്ഞു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശേഷം കോഴിക്കോട് റെയിൽവേ പോലീസിൽ മീര പരാതി നൽകിയിട്ടുണ്ട്. വിശദവിവരങ്ങൾ ശേഖരിച്ച് പരാതിയിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രൊഫസർ KS സിദ്ദീഖ് ഹസന്റെ ലേഖന സമാഹാരം ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിജീവനത്തിന്റെ വഴികൾ പ്രകാശനം ചെയ്തു. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി കഥാകൃത്ത് സുരേന്ദ്രൻ നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. അങ്ങേയറ്റം പിന്നാക്കാവസ്ഥയിലുള്ള മുസ്ലിങ്ങളുടെ ദാരുണ അവസ്ഥ വിളംബരം ചെയ്യുന്നതാണ് പുസ്തകമെന്ന് വീരാൻകുട്ടി പറഞ്ഞു. ഇന്ത്യയിലെ ദുരിതമനുഭവിക്കുന്ന മുസ്ലിം ജനസാമാന്യത്തിന്റെ നേർചിത്രം തുറന്നുകാട്ടുന്നതാണ് പ്രൊഫസർ KS സിദ്ദീഖ് ഹസന്റെ രചനകളെന്ന് കേരള ന്യൂനപക്ഷ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി അഭിപ്രായപ്പെട്ടു. പ്രൊഫസർ KS സിദ്ദീഖ് ഹസൻ രചിച്ച ഇന്ത്യൻ മുസ്ലിങ്ങൾ അതിജീവനത്തിന്റെ വഴികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യപ്രതി കഥാകൃത്ത് PK സുരേന്ദ്രൻ ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസത്തിന് പരമാവധി പ്രാധാന്യം നൽകുന്ന തത്വശാസ്ത്രമാണ് ഇസ്ലാമിന്റേത്. സിവിൽ സർവീസ് പരീക്ഷാ വിജയികളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കുറയുന്നത് നിരാശാജനകമാണെന്നും അധികാരമുണ്ടായാലേ സമുദായത്തിന് വിലയുണ്ടാകുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു.
നമുക്കെല്ലാവർക്കും എന്നും അഭിമാനമാണ്. അഭിവാദനം. മാധ്യമ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന്, ചന്ദ്രിക ചീഫ് എഡിറ്റർ ടി പി ചെറുപ്പ, തേജസ് മാനേജിംഗ് എഡിറ്റർ പ്രൊഫസർ പി കോയ, ഷബാബ് ചീഫ് എഡിറ്റർ മുജീബ് റഹ്മാൻ കിനാലൂർ, വിചിന്ദ്രം ചീഫ് എഡിറ്റർ EKM പന്നൂർ, KP കുഞ്ഞിമൂസ, വചനം ബുക്സ് മാനേജർ സിദ്ദിഖ് കുറ്റിക്കാട്ടൂർ, അബ്ദുള്ള കോയ കണ്ണങ്കടവ്, പ്രബോധനം സീനിയർ സബ് എഡിറ്റർ സദറുദ്ദീൻ വാഴക്കാട് എന്നിവർ സംസാരിച്ചു. കോഴിക്കോടിന് പുറത്തുള്ള കലാകാരന്മാരെയും കലകളെയും ഇരുകൈകളും നീട്ടി സ്വീകരിച്ചവരാണ് കോഴിക്കോട്ടുകാരെന്ന് മേയർ AK പ്രേമചന്ദ്. സംഗീത സാനാമൃതം പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ വിജയ് സൂർസെന്നിനായി ബാബുരാജ് സ്മാരക സംഗീത അക്കാദമി സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മുംബൈയിലെ രാജീവ് ഗാന്ധി നാഷണൽ ഫോറത്തിന്റെ സംഗീത സാരാമൃതം അവാർഡ് നേടിയ ഹിന്ദുസ്ഥാനി സംഗീത അധ്യാപകൻ വിജയ് സുർസേനയ്ക്ക് ബാബുരാജ് മെമ്മോറിയൽ മ്യൂസിക് അക്കാദമി നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ടൗൺ ഹാളിൽ നടന്ന സ്വീകരണ ചടങ്ങ് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമചന്ദ് ഉദ്ഘാടനം ചെയ്തു. ഇത് കോഴിക്കോടിന്റെ ഒരു മുഖമുദ്രയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കോഴിക്കോടിന്റെ ചരിത്രം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് സാംസ്കാരിക ചരിത്രം പരിശോധിച്ചാൽ അറിയാം, മറ്റു പ്രദേശങ്ങളിൽ ജന്മമെടുത്ത് കോഴിക്കോടിനെ സമ്പന്നമാക്കാൻ എത്തിയ ഒരുപാട് സർഗ പ്രതിഭകളും മനുഷ്യസ്നേഹികളുമായ മനുഷ്യരുടെ വാസഗേഹമായിട്ടാണ് ഞാൻ കോഴിക്കോടിനെ കാണുന്നത്. PV ഗംഗാധരൻ അധ്യക്ഷം വഹിച്ചു. അക്കാദമി പ്രിൻസിപ്പൽ KX ട്രീസ വിജയ് സുർസേനയെ പരിചയപ്പെടുത്തി. കാനേഷ് കുന്നൂർ, KP സുധീര, വേണു താമരശ്ശേരി, KH കുഞ്ഞുമോൻ, വിജയ് സുർസേന എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിജയ് സുർസേനയും ശിഷ്യരും ചേർന്ന് ഹിന്ദുസ്ഥാനി സംഗീത പരിപാടി അവതരിപ്പിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ വിദ്യാഭ്യാസ വായ്പ ഉൾപ്പെടെയുള്ള പുതിയ വായ്പകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്റ്റുഡൻസ് പ്ലസ് വിദ്യാഭ്യാസ വായ്പ, പ്രൊഫഷണൽ ടെക്നിക്കൽ കോഴ്സുകൾക്ക് വിദേശ വിദ്യാഭ്യാസ വായ്പ, ബിസിനസ് ഡെവലപ്മെന്റ് വായ്പ, ഉദ്യോഗസ്ഥ വായ്പ എന്നിവയാണ് നൽകുന്നത്. നിത്താഖാത്ത് നിയമം മൂലം തിരിച്ചെത്തിയവർക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനുള്ള വായ്പകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പരമാവധി 5 ലക്ഷം രൂപ വരെ, 6%, 3% വരെ നിരക്കിൽ 84 മാസ കാലാവധിയിൽ വായ്പ അനുവദിക്കും. അപേക്ഷാ ഫോറങ്ങൾ കോർപ്പറേഷന്റെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് അപേക്ഷകൻ സമർപ്പിക്കണം. കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കൌൺസിൽ യോഗം ശിക്ഷ സദനിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് തയ്യിൽ ഹംസ ജില്ലാ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി CP അബൂബക്കർ, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ജിനിൽ ജോസ്, PK ഫൈസൽ, P ചന്ദ്രൻ, CP അബൂബക്കർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കേരളത്തിന്റെ തലസ്ഥാനം തൃശൂരിലേക്ക് മാറ്റണമെന്ന് ജനകീയ കർമ്മസമിതി ചെയർമാൻ MP ജോയ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജൂലൈ 3 രാവിലെ 8 മുതൽ വൈകിട്ട് 8 മണി വരെ തൃശൂരിൽ കർമ്മസമിതി നേതാക്കൾ ഉപവാസമിരിക്കും. കേരളത്തിന്റെ തലസ്ഥാനം തൃശൂരിലേക്ക് മാറ്റുക, സർക്കാർ ജനഹിത പരിശോധന നടത്തുക, MLA മാർ മൗനം വെടിയുക തുടങ്ങിയ ആവശ്യങ്ങളും ജനകീയ കർമ്മസമിതി ഉന്നയിക്കുന്നുണ്ട്. മനുഷ്യാവകാശങ്ങൾ പരസ്യമായി ഹനിക്കപ്പെടുന്ന സാമൂഹിക സാഹചര്യമാണ് രാജ്യത്ത് നിലവിൽ വന്നിരിക്കുന്നതെന്ന് ചരിത്രകാരനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ M ഗംഗാധരൻ അഭിപ്രായപ്പെട്ടു. മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിലെടുത്ത മനുഷ്യാവകാശ പ്രവർത്തകനും ഡൽഹി സർവകലാശാല പ്രൊഫസറുമായ ഡോക്ടർ GN സായിബാബയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് സായിബാബ ഐക്യദാർഢ്യ സമിതി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്തത് പറയുന്നവരെ വിചാരണ പോലും കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവിൽ വെക്കാൻ കഴിയുന്ന കരിനിയമങ്ങളാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഇതിനെതിരെ ജനകീയ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. A വാസു അധ്യക്ഷം വഹിച്ചു. അജിതൻ, അംബിക, തമിഴ്നാട് സ്വദേശി ഗോപാൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്ത അതേ താൽപര്യം CREZലും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പാൽവില വീണ്ടും വർദ്ധിപ്പിക്കുന്നു. ഉൽപാദന ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാൽവില കൂട്ടാതെ രക്ഷയില്ലെന്ന് മന്ത്രി KC ജോസഫ്. റെയിൽവേ യാത്രാ ചരക്ക് കൂലി വർധനവിൽ വ്യാപക പ്രതിഷേധം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283.